രാവിലെ 5 മണിക്കാണ് ഇവർ അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവർ ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിൽ പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയായിരുന്നു 3 മണിയായി. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മലബാറിലെ ഭക്ഷണം കാപ്പി കുടിക്കാൻ പോയാലോ ശരി, മലബാറിലെ ഏതെങ്കിലും വീട്ടിൽ കാപ്പി കുടി അവര് വെള്ളപ്പൊക്കം പറഞ്ഞിട്ടല്ല, ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് എല്ലാ സ്റ്റേറ്റിലെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. അവർ ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുകയാണ്. 3 മണിക്കാണ് എത്തിയത്. ഇതിന്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വെയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയത്. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു, കാണാൻ വേണ്ടി. ഞാൻ വന്ദേ ഭാരത് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കുക. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് അവരെ കാണും. കാരണം തമിഴ്നാട് കൂടി അതിന് ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവും, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടാക്കി. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടാക്കി. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19-ാം തീയതി വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കും. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ